നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് എന്നാണ് എൻ്റെ ഒരു പോളിസി. അവസരങ്ങളൊന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കി അവരോടൊപ്പം കൂടുക, സന്തോഷം പങ്കുവയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. കാരണം ഇവരോടൊപ്പമുള്ള ഈ നിമിഷങ്ങൾ, സന്തോഷകരമായിട്ടിരിക്കുന്ന ഈ ഒരു നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട്, ഏറ്റവും നല്ല ഓർമ്മകളായിട്ട് നമുക്ക് കൂടെ ഉണ്ടാവുക. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വീഡിയോകൾ പ്രസൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷം പൂർത്തിയാവാണ്. സാധാരണ 5000 ആളുകൾ ഉണ്ടായിരുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് 50,000 ഫോളോവേഴ്സിലേക്ക് നമ്മൾ എത്തിയതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞ ദിവസം വീട്ടിൽ ഓർഗനൈസ് ചെയ്തിരുന്നു. ആ ഒരു പരിപാടിയിലേക്ക് പ്രധാന അതിഥിയായിട്ട് നമ്മൾ വിളിച്ചത് എൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോളോവറെയാണ്. ആളുടെ വീട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അടുത്ത് നായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. വിനയചന്ദ്രൻ എന്നാണ് ആളുടെ പേര്. വിനയചന്ദ്രനെയും വിനയചന്ദ്രൻ്റെ ഫാമിലിയെയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഫാമിലിയുടെ കൂടെ നമ്മളുടെ കുടുംബത്തിൻ്റെ ഒപ്പം ചേർത്ത് വിനയനാണ് ആ കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. വലിയ സന്തോഷമുണ്ട്. നിരവധി ആളുകൾ, നമ്മളെ കാണാത്ത കേൾക്കാത്ത നിരവധി ആളുകൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല വാക്കുകൾ അവർ വിളിച്ച് നമ്മൾക്ക് മെസ്സേജായിട്ട് പറയുന്നുണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ചില ആളുകൾ നേരിട്ട് വിളിക്കുന്നുണ്ട്. ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പേജ് ഫോളോ ചെയ്യുന്ന ഒരാളെ തന്നെ അതിനുവേണ്ടി കണ്ടുപിടിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു തീരുമാനത്തോട് വലിയ സന്തോഷമായിരുന്നു. അങ്ങനെ വിനയൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. 7 മണിക്കാണ് കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിരുന്നത്. വിനയൻ ഒരു 5:30 ആയപ്പോഴേക്കും കുടുംബസമേതം എത്തി. ഞങ്ങൾ കുറച്ചു നേരം വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് 50,000 ഫോളോവേഴ്സ് എന്നുള്ള ആ ഒരു സന്തോഷം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചായിരുന്നു. ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ ഒരു കാര്യം വീട്ടിലുള്ളവരായിട്ട് ഡിസ്കസ് ചെയ്ത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും, നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വീട്ടിൽ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഈ ഒരു സെലിബ്രേഷനും കൂടി ആവാം, വിനയനെയും കുടുംബത്തെയും കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം എന്നുള്ളൊരു ആശയം പങ്കുവച്ച സമയത്ത് വൈഫ് വളരെ സന്തോഷത്തോടെ ആ ഒരു കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു സെലിബ്രേഷൻ 50,000 ഫോളോവേഴ്സിലൊക്കെ സെലിബ്രേഷൻ ആളുകൾ നടത്താറുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഞാൻ അവളോട് പറഞ്ഞു, ആളുകൾ നടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, ഇവരൊക്കെ കുറേ കാലമായിട്ട് കാണാതിരിക്കുന്ന ആളുകൾ പലരും ഉണ്ടാവും. അവരൊക്കെ ഒരു പോയിന്റിൽ ഒത്തുചേരാനും പരസ്പരം കാണാനും വിശേഷങ്ങളും പങ്കുവയ്ക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. നമ്മളുടെ സന്തോഷത്തിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള ആളുകളിലേക്ക് കൂടി സന്തോഷം പകരാനായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ നമ്മുടെ വീട്ടിൽ നടത്തുന്ന സമയത്ത് അത് സാധിക്കും. ലളിതമായിട്ടുള്ള ഒരു സെലിബ്രേഷനായിട്ട് ഞങ്ങളുടെ ഈ ഒരു 50,000 ഫോളോവേഴ്സ് എന്നുള്ള ഒരു നേട്ടം അത് ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ വലിയ ഒരുപാട് ഫോളോവേഴ്സുള്ള ആളുകളെ സംബന്ധിച്ച് 50,000 ഫോളോവേഴ്സ് ഉള്ളത് ഒന്നുമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമാണ്. ഞാനതിനൊരു വലിയ അംഗീകാരമായിട്ടാണ് വിലയിരുത്തുന്നത്. കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മളുടെ വീഡിയോസ് കാണുന്നു, ഷെയർ ചെയ്യുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, സന്തോഷം പങ്കുവയ്ക്കുന്നു. നമ്മൾ ഈ എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ എന്ന് പറയുന്ന മലയോര പ്രദേശത്ത് ജനിച്ചു വളർന്ന സാധാരണക്കാരനായുള്ള ഒരാൾ ഇവിടെ ഇരുന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കേൾക്കുക എന്ന് പറയുന്നത് അത് ഈ 50,000 ആളുകൾ ഉള്ളതുകൊണ്ടാണ്. ചെയ്യുന്ന ചില വീഡിയോകളൊക്കെ 4 മില്യൺ 5 മില്യൺ ആളുകളിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് അത്തരത്തിൽ നമുക്കൊരു റീച്ച് കിട്ടുന്നത്. അതുകൊണ്ട് എന്നെ പിന്തുടരുന്ന, എന്നെ കേൾക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രത്യേകം സ്നേഹവും നന്ദിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ഒരാൾക്ക് ഈ മാസം അവസാനം ഒരു സമ്മാനവും നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. 50,000 ഫോളോവേഴ്സ് എത്തിയ സമയത്താണ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഫോളോവേഴ്സ് 53,000 കടന്നു ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ. എന്തായാലും എത്ര ഫോളോവേഴ്സ് ആയാലും ആ ഫോളോവേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന, ഈ മാസം അവസാന തീയതിക്ക് മുമ്പായിട്ടൊരു നറുക്കെടുപ്പ് നടത്തിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ക്യാഷ് പ്രൈസ് 5,000 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അത് തിരഞ്ഞെടുക്കുന്ന ആളെ ഞങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്ത് അവരുടെ അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആളെ എങ്ങനെ നറുക്കെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ആശയങ്ങൾ, എങ്ങനെ ഈ 50,000 പേരിൽ നിന്ന് ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള ആശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ഷെയർ ചെയ്യുക. അതല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട്, ആശയങ്ങൾ വെച്ചിട്ട് ഒരാളെ നമ്മൾ കണ്ടുപിടിച്ച സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കും. ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കൽ പ്രോഗ്രാം വളരെ ലളിതമായിട്ട് വീട്ടിൽ നടത്തിയ സമയത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വീടിരിക്കുന്ന വാർഡിലെ മെമ്പർ വർഗീസേട്ടൻ, ആള് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ്. മാണിക്കത്താൻ വർഗീസ് എന്നാണ് പേര്. നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ മറ്റു തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് അതിനകത്ത് വന്ന് പങ്കെടുത്ത് ഒരു 2 വാക്ക് ആശംസ സംസാരിച്ചിട്ടാണ് ആൾ പോകാറുള്ളൂ. അടുത്ത തവണ വരുന്ന സമയത്ത്
50 എന്നുള്ളത് 100 ഫോളോവേഴ്സ് നിനക്ക് ആവട്ടെ എന്നൊക്കെ ആശംസിച്ചിട്ടാണ് പോയത്. എൻ്റെ അമ്മാവൻ്റെ മകൻ മകേഷ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എൻ്റെ ഒരു കസിൻ മാത്രമല്ല, ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം ആരംഭിക്കുന്നത്. 10ാം ക്ലാസ് ഞാൻ അവനൊക്കെ ഒരു ബാച്ചാണ്. ഞങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പോയി, അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ അടുത്ത പരിപാടി ഓട്ടോറിക്ഷയായിട്ട് തുടങ്ങി. അങ്ങനെ അന്ന് മുതലുള്ള സൗഹൃദമാണ് ഇപ്പോഴും അതിനേക്കാൾ കൂടുതലായിട്ട്, അന്നുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ആ സൗഹൃദം മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ക്ലോസ് ആയിട്ടുള്ള നീതുവിൻ്റെയും എൻ്റെയും അടുത്ത ഫാമിലി മെമ്പേഴ്സ്, അത്രയും ആളുകളാണ് ഈ ഒരു ചെറിയ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനൊരു പ്രോഗ്രാം എൻ്റെ വീട്ടിലുണ്ടാവാനുള്ള കാരണക്കാർ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന, എൻ്റെ പേജ് പിന്തുടരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിട്ടുള്ള ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്നതിന് ഏറ്റവും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളുമായിട്ട്, ചെറിയ ചെറിയ സമ്മാനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.